ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ജെനീസ് മുന്തിരിത്തോട്ടം കാണാനാണ് കേട്ടോ. അവിടെ നമ്മൾ MSR മുന്തിരിത്തോട്ടം കണ്ടിരുന്നു. പിന്നെ ഇതാ ഇപ്പോൾ വന്നിരിക്കുന്നത് മറുവശത്താണ് കേട്ടോ. റോഡിന് മറുവശത്ത് ഓപ്പോസിറ്റാണ് കേട്ടോ ഇത് ജെനീസ് മുന്തിരിത്തോട്ടം. അപ്പോൾ ഇവിടെ നമുക്ക് മുന്തിരിത്തോട്ടം കണ്ടിട്ട് വരാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. അങ്ങനെ കമ്പം തേനിയിലെ അടുത്ത മുന്തിരിത്തോട്ടം കാണാൻ പോവുകയാണ് കേട്ടോ. വേറെ മുന്തിരിത്തോട്ടമല്ല, നമ്മുടെ ജെനീസ് മുന്തിരിത്തോട്ടമാണ് കേട്ടോ. നേരത്തെ MSR മുന്തിരിത്തോട്ടം കാണാൻ പോകുന്ന വീഡിയോ ഇട്ടിരുന്നു. അത് എൻ്റെ എല്ലാ കൂട്ടുകാരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കാണാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വീഡിയോ ഒന്ന് കാണുക. പിന്നെ ഇതാ ഈ ഹോട്ടൽ കണ്ടില്ലേ, എവിടെയാണെങ്കിൽ പിന്നെ ആഹാരത്തിനൊന്നും അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഇതാ കരിക്ക് പിന്നെ എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ ഇവിടെ വരുമ്പോൾ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങോട്ട് യാത്ര ചെയ്യുന്നവർ ഉറപ്പായിട്ടും ധൈര്യത്തോടെ യാത്ര ചെയ്യാം. പിന്നെ ഇതാ ഇവിടെ ഒരു പാർക്കുണ്ട് കുട്ടികൾക്കായിട്ട്. 2 കുട്ടീസുകളും നേരെ പാർക്കിലോട്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ ഇവിടെ നേരെ കുറച്ച് നേരം ഒന്ന് കളിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ വിട്ടിരുന്നു. കളിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പിന്നെ മുന്തിരിത്തോട്ടം കാണാൻ പോയത്. പിന്നെ അതാ എവിടെ പോയാലും നമ്മൾ നേരത്തെ കഴിച്ച ഒരു ഫ്രൂട്ടില്ലേ, അത് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ആ മരമാണ് നമ്മൾ ഈ കാണുന്ന പാർക്കിൽ. നല്ലൊരു തണൽ മരം കൂടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ റിജോമോൻ ആ ഫ്രൂട്ടാണൊന്ന് പറിക്കുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തായാലും ഇവിടെ കളിച്ചിട്ട് ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് എന്തായാലും ആ മണലിൽ വീണിട്ട് ആ ഡ്രസ്സ് മൊത്തം ഒന്ന് അഴുക്കാവെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഇതാ നേരെ നമ്മളിതാ മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടിയിട്ട് ഇതാ പോവുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് രാവിലെയൊക്കെ വന്നു കഴിഞ്ഞിട്ട് വൈകുന്നേരമൊക്കെ പോകുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടൊക്കെ പോകാൻ പറ്റും. പിന്നെ നമുക്കിവിടെ പ്രത്യേകിച്ച് ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് മുന്തിരി വാങ്ങിച്ചിട്ട് പോകാവുന്നേ ഉള്ളൂ. പിന്നെ ദാ മുന്തിരിത്തോട്ടം കാണാൻ പോവുകയാണ് കേട്ടോ. ഇവിടെയാണ് നമുക്ക് കാണാൻ പോകാനുള്ള അനുവാദമുള്ളത്. ഓക്കെ, അപ്പോൾ അത് അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആരും മുന്തിരി പറിക്കരുതെന്ന് പറഞ്ഞിട്ട്. പിന്നെ എന്താ ഇവിടെ കണ്ടില്ലേ, എല്ലാവരും മുന്തിരിയൊക്കെ അതാ പറിച്ച് ഒക്കെ പാക്ക് ചെയ്ത് റെഡിയാക്കുകയാണ് കേട്ടോ. അത് സംഭവമാണ് നമ്മൾ കണ്ടത്. പിന്നെ അതാ ഇങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആരും മുന്തിരി പറിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, ടച്ച് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതാ എഴുതിയിട്ടുണ്ട്. പിന്നെ അതാ ഇവിടെ കണ്ടില്ലേ ജ്യൂസ് റെഡിയൊക്കെയാണ് കേട്ടോ. നമുക്ക് ആവശ്യത്തിന് ജ്യൂസ് വാങ്ങിച്ച് കുടിക്കാം, മുന്തിരി ജ്യൂസ്. പിന്നെ അതാ ഇവിടെ കുറേ വൈനൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വൈനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ ഇതാ കണ്ടില്ലേ വൈൻ ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് വാങ്ങിച്ച് കുടിക്കാം. തൊട്ടപ്പുറത്ത് തന്നെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമുണ്ട് കേട്ടോ. പിന്നെ ഇതാ മുന്തിരി ഇവിടെ ഇതാ കണ്ടില്ലേ, എല്ലാം അങ്ങനെ പഴുത്തിട്ടില്ലെങ്കിലും ആവശ്യത്തിനുണ്ട്. പിന്നെ തറയിലൊക്കെ ഒരുപാട് ഇതാ കണ്ടില്ലേ പഴുത്തിങ്ങനെ വീണ് കിടക്കുകയാണ് കേട്ടോ. നിറയെ ഉണ്ട് കേട്ടോ ഇവിടെ കണ്ടില്ലേ. ഇടയ്ക്കൊക്കെ പഴുത്തതും ഇടയ്ക്ക് പച്ചയും ഒക്കെ ഉണ്ട് കേട്ടോ. മുന്തിരി പാകമായി വരുന്നതൊക്കെ ഉണ്ട്. പിന്നെ ഇത് കുറച്ച് സ്ഥലമേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ഇതാ കണ്ടില്ലേ, ഇത്രയും സ്ഥലത്തിനകത്താണ് നമ്മൾക്ക് കാണാനുള്ള അനുവാദമുള്ളത്. പിന്നെ നമുക്ക് എന്താണ് നേരത്തെ കണ്ട MSRലാണെങ്കിൽ കുറച്ച് ലോങ് ആയിട്ട് സ്ഥലമുണ്ട് കേട്ടോ നമുക്ക് മുന്തിരിത്തോട്ടമൊക്കെ കാണാനേ. പക്ഷേ ഇത് ഇത്രയും കുറച്ച് സ്ഥലമേ ഉള്ളൂ കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കണമെങ്കിൽ എടുക്കാം. പിന്നെ എന്താണ് വൈന് വാങ്ങിച്ച് കുടിക്കാം, മുന്തിരി ജ്യൂസ് കുടിക്കാം. പിന്നെ വൈന് വിൽക്കാൻ വേണ്ടി വെച്ചിരുന്നു കേട്ടോ. വൈന് വേണമെങ്കിൽ നമുക്ക് വാങ്ങിച്ചിട്ട് പോകാം. പക്ഷേ നമുക്ക് അവിടെയാണെങ്കിൽ MSRലാണെങ്കിൽ കുറച്ചുകൂടെ എന്താണ് ലോങ് സ്പേസ് ഉണ്ടായിരുന്നു നമുക്ക് നിൽക്കാനൊക്കെ കേട്ടോ. ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ, കുറച്ചേ ഉള്ളൂ. പിന്നെ അതാ നമുക്ക് അവരെല്ലാവരും പാക്ക് ചെയ്തൊക്കെ റെഡിയാക്കി വിട്ട് പോയി കേട്ടോ, മുന്തിരിയൊക്കെ പറിച്ചിട്ടെ. പിന്നെ അതാ ഇനി അങ്ങോട്ട് നടന്ന് കുറേ ദൂരം അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോകുന്ന കണ്ടില്ലേ മുന്തിരി, ഇത് നന്നായിട്ട് പഴുത്തതായതാണ് കേട്ടോ. പിന്നെ ഇനി അങ്ങോട്ട് പോകാം. പിന്നെ ഇവിടെ ഇങ്ങോട്ടൊക്കെ ആണെങ്കിൽ തളിരിട്ട് നിൽക്കുന്നതാണ് കേട്ടോ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. തളിരിട്ടതും പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ മുന്തിരി ഇങ്ങനെ കായ്ച്ചു വരുന്നതുമാണ് കാണാൻ പറ്റുന്നത്.
ഇത് കണ്ടില്ലേ, ഇതിൽ മൊത്തം തളിരിട്ട് വരുന്നതാണ് കേട്ടോ. പുതിയ ഇലകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ, ഓരോ സെക്ഷനും ഓരോ നമ്പറാണ് കേട്ടോ. 1, 2, 3, 4 അങ്ങനെ ഓരോ സെക്ഷനാണ്. ഇപ്പോൾ ഒന്നാമത്തെ സെക്ഷനിലാണെങ്കിൽ നന്ന കായ്ച്ചിട്ട് പഴുത്ത് നിൽക്കുന്നതായിരിക്കും. അടുത്ത സെക്ഷനിലാണെങ്കിൽ പിന്നെ പച്ചയായിട്ടിരിക്കുന്നതായിരിക്കും. അടുത്ത സെക്ഷനിൽ ഇതേപോലെ തളിരിട്ട് നിൽക്കുന്നതായിരിക്കും. അങ്ങനെ ഓരോ സെക്ഷനും ഓരോ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ എല്ലാം കായ്ച്ചിങ്ങനെ പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇങ്ങോട്ട് നമ്മൾ ആരെയും പ്രവേശിപ്പിക്കുന്നതല്ല. പിന്നെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ എന്താ പറയാനാ മുത്തുമണികളെ, എന്തായാലും എല്ലാവരും വരണം, വന്ന് കണ്ട് എൻജോയ് ചെയ്ത് പോകാം. ഇത് ഞങ്ങൾ കുമളിയിൽ നിന്നിട്ട് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. കമ്പന്തേനി റൂട്ടാണ് കേട്ടോ വന്നത്. പിന്നെ ഇവിടെ മുന്തിരിത്തോട്ടം കാണാൻ വന്നപ്പോൾ എൻ്റെ കുട്ടികൾ നേരെ പോയത് പാർക്കിലോട്ടാണ് കേട്ടോ. പാർക്കിൽ കളിക്കാനാണ് പോയത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു സമാധാനമില്ലായിരുന്നേ. മുന്തിരിത്തോട്ടം അവിടെ കാണാൻ വന്നിട്ട് വീണ്ടും അവരങ്ങോട്ട് പോയി. പിന്നെ ഞാൻ അങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നേ. ഹായ് ഗൈസ്, പറഞ്ഞോ. അപ്പോൾ ജെനീസ് മുന്തിരിത്തോട്ടം നിങ്ങളെല്ലാവരും കണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഈ മനോഹരമായ പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ സമയം ചിലവഴിച്ചത് നേരത്തെ കണ്ട MSR മുന്തിരിത്തോട്ടത്തിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ പെട്ടെന്ന് മുന്തിരിത്തോട്ടം കാണുന്നു. പിന്നെ കുട്ടികൾ നേരെ എപ്പോഴും ഓടി വന്നത് നമ്മുടെ ഈ പാർക്കിൽ തന്നെയാണ് കേട്ടോ. അവർ ഈ പാർക്ക് വിട്ട് മാറുന്ന ലക്ഷണമില്ല. പിന്നെ എൻ്റെ ചാനലിലെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഞങ്ങൾ നേരത്തെ ഇട്ട എല്ലാ വീഡിയോസും കാണുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സിജത നേരെ തറയിൽ വന്ന് വീണിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഏറ്റവും ലാസ്റ്റ് ഇവരുടെ ഡ്രസ്സ് നല്ല കളർഫുള്ളായിട്ടിരുന്നു കേട്ടോ. എങ്കിലും കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ വിട്ടിരുന്നു. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി കളിക്കാൻ വേണ്ടി കുറച്ച് നേരം ടൈം കൊടുത്തിരിക്കുകയാണ് കേട്ടോ. കുട്ടികൾക്കും കളിക്കാം, അമ്മയ്ക്കും കളിക്കാം കേട്ടോ ഗൈസ്. ഊഞ്ഞാലാടാം. കുട്ടികൾക്ക് മാത്രമുള്ള പാർക്കല്ലെന്നാണ് തോന്നുന്നത്. ഓക്കെ, സിജമ്മ നല്ല സ്റ്റൈലിലാണ് കേട്ടാ വരുന്നത്. ഉറങ്ങിപ്പോകാം. കുട്ടികൾക്കുള്ള പാർക്കാണ്. പാർക്കുണ്ട്, ഇതാ ടീ ഷോപ്പ് കണ്ടല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഉച്ചത്തെ ഫുഡും എല്ലാം ഉണ്ട് കേട്ടോ. വൈകുന്നേരത്തതും ചായയും കടിയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചായയും പലഹാരം വേണമെങ്കിൽ കുടിക്കാം. അവിടെ കരിക്ക് കടയുണ്ട്. നമുക്ക് ഫുഡിന് വേണ്ടിയിട്ട് ഇവിടെ വരുമ്പോൾ ഒന്നിനും ബുദ്ധിമുട്ടണ്ട കേട്ടോ. ഫുഡായാലും ശരിയാണ്, എല്ലാ കാര്യങ്ങൾക്കായാലും ശരിയാണ് കേട്ടോ. നല്ല സൗകര്യമുള്ളതാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ. അപ്പോൾ എല്ലാവരും ഇവിടെ വരണം, തീർച്ചയായിട്ടും വരിക എല്ലാവരും. ഓക്കെ, എൻജോയ് ചെയ്തിട്ട് പോവുക. ഓക്കെ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ജെനീസ് ഗ്രഹത്തോട്ടം കണ്ടു ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇവിടെ മുന്തിരിത്തോട്ടമൊക്കെ നന്നായിട്ട് കണ്ടു. ജെനീസ് മുന്തിരിത്തോട്ടം. അപ്പോൾ എല്ലാവരും വന്ന് കാണണം കേട്ടോ. നല്ല മനോഹരമായ പ്രകൃതി സൗന്ദര്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ 36 ഏക്കർ. നമ്മൾ അവിടെ കണ്ട 46 ഏക്കറിലാണ് കേട്ടോ കൃഷി ചെയ്തത് നമ്മൾ കണ്ടത്. ഇത് 36 ഏക്കറിലാണ് കേട്ടോ കൃഷി ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വരിക, കണ്ട് രസിക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.